ഗൈസ് വെൽക്കം ബാക്ക് ടു ഡ്രീം ലോജിക്സ്. നമുക്കൊന്ന് മാർക്കറ്റിൽ സെറോദ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓരോ നിക്ഷേപകർക്കും ഓരോ ട്രേഡർമാർക്കും അറിയാം. പക്ഷേ സെറോദ ഇപ്പോൾ അവരുടെ ബ്രോക്കറേജ് അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് നിക്ഷേപകർ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും സ്വിംഗ് ട്രേഡേഴ്സിനും ആശ്വാസമായിട്ട് ആയിരുന്നു ഇത്രയും ദിവസം അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഫീസ് ഏകീകരണം കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. സെബിയുടെ റൂൾ അനുസരിച്ചാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇനി നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും സ്വിംഗ് ട്രേഡ് ഇൻവെസ്റ്റേഴ്സിനും മാർക്കറ്റിൽ ക്യാഷ് കൊടുത്ത് തന്നെ ട്രേഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സീറോ ബ്രോക്കറേജ് ഇല്ലാണ്ടായിരുന്നു ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സെബിയുടെ തീരുമാനം ഇനി മുതൽ നമുക്ക് അത് പ്രാവർത്തികമാക്കേണ്ടി വരും. അവർ ആ ബ്രോക്കറേജ് നിർത്തുകയാണെന്നുള്ള ന്യൂസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ട്രേഡേഴ്സിനും എഗൻസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഭാവി എന്നുള്ള കാര്യം നോ ഐഡിയ. ഈ ഫീസ് ഏകീകരണം ബ്രോക്കറേജ് കമ്പനിയുടെ വരുമാനത്തിന് സാരമായി ബാധിക്കുന്നതിനാലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വരുമാന നഷ്ടം നികത്താനായിട്ട് ഇടപാടുകാരിൽ നിന്ന് ഫീസ് ഈടാക്കാനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. സെറോദയുടെ സഹസ്ഥാപകൻ നിതിൻ കാമത്ത് ഇതിനായിട്ട് നീക്കങ്ങൾ നടത്തി കഴിഞ്ഞു. അയാൾ ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറോ ബ്രോക്കറേജിങ് എന്ന് പറഞ്ഞ സംഭവം കാണത്തില്ല. ഇന്ത്യയിലെ നമ്പർ 1 ലീഡിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സെറോദ. അപ്പം സെറോദയുടെ ഭാഗത്തുനിന്നും അവരിങ്ങനൊരു ചെറിയൊരു പണി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ തരാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.